ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ വളരെ ഡിസോറിയൻറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചർ ഷോക്ക് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. അറിവിൻ്റെ ഒരുപാട് അതിപ്രസരം, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ വിശ്വസിച്ചിരുന്ന പല ജീവിത മൂല്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അതിനെല്ലാം തന്നെ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നു. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര അസന്തുലിതമായിട്ടുള്ള അവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന ഡിപ്രഷൻ ഉണ്ട്. ഇപ്പോൾ ജോലിപരമായ കാര്യങ്ങളിൽ, എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരങ്ങളില്ല, തുല്യ നിലയിലെത്താൻ സാധിക്കുന്നില്ല, നാട് വിട്ടു പോകേണ്ടി വരുന്നു, സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിപ്രഷൻ സമൂഹത്തിൽ വളരെയധികം ബാധിച്ചിട്ടുള്ള ഒരു കാലമാണിത്. അപ്പോൾ സ്വതവേ മനുഷ്യർക്ക് ദേഷ്യം അതൊക്കെ കൂടും, ക്രൈം ലെവലൊക്കെ കൂടാനുള്ളൊരു കാരണം അതാണ്. അതിൻ്റെ കൂടെ ഡ്രഗ്സ്, ദെൻ സിനിമ പോലെയുള്ള വിഷ്വൽ മീഡിയ, ഇങ്ങനെയുള്ളതെല്ലാം ചേർന്നിട്ട് ഞങ്ങളുടെ ഒന്നും തലമുറ അനുഭവിക്കാത്ത തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു തരം ചിതറൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ഒരു മാനസിക ആരോഗ്യ പാഠങ്ങൾ വേണം എന്നെനിക്ക് തോന്നുന്നു. കാരണം പ്രശ്നം കടക്കൽ വെച്ച് പരിഹരിക്കണം, തലപ്പത്ത് വെച്ച് പരിഹരിക്കാൻ പറ്റില്ല. കടക്കൽ കിടക്കുന്ന പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്.